ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വനിതാ വികസന കോർപ്പറേഷനിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് വാർഡൻ, അസിസ്റ്റൻറ്റ് വാർഡൻ തസ്തികകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. CMD വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 10/1/2025 വരെയാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം വാർഡൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. പത്തനംതിട്ട 1, മലപ്പുറം 2, കോഴിക്കോട് 1, കാസർഗോഡ് 1 ഇങ്ങനെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. കൂടാതെ വാർഡൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡൻ ഇൻ ഹോസ്റ്റൽസ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NGOs ആൻഡ് റെപ്യൂട്ടഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലുള്ള മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 20,000 രൂപയാണ് ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 25 മുതൽ മാക്സിമം 55 വയസ്സ് വരെയാണ്. അടുത്തത് അസിസ്റ്റന്റ് വാർഡൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണുള്ളത്. തിരുവനന്തപുരം 1, എറണാകുളം 2, കോഴിക്കോട് 1, കാസർഗോഡ് 1 ഇങ്ങനെയാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. കൂടാതെ വാർഡൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡൻ ഇൻ ഹോസ്റ്റൽസ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NGOs ആൻഡ് റെപ്യൂട്ടഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻസിലുള്ള മിനിമം 6 മാസത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 15,000 രൂപയാണ് ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 25 മുതൽ മാക്സിമം 55 വയസ്സ് വരെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിമൻ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ സ്കാനഡ് ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സ്കാനഡ് ഫോട്ടോഗ്രാഫി 200 KB താഴെയായിരിക്കണം. സിഗ്നേച്ചർ JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ രേഖപ്പെടുത്തുകയും അത് സ്കാൻ ചെയ്യുകയും ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുകയും വേണം. അതിൻ്റെ സൈസ് 50 KB താഴെ പാടുള്ളൂ. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID, മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. റിട്ടേൺ ടെസ്റ്റിൻ്റെയും പ്രൊഫഷൻസി അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നോട്ടിഫിക്കേഷനോടൊപ്പം അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.